നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ് പാട്രിയോട്ട്, രാജ്യസ്നേഹി. മമ്മൂക്ക, ലാലേട്ടൻ 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബിഗ് സ്ക്രീനിൽ ഒരുമിക്കുന്നത്. നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ. മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രം. 160 കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് നമുക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിൽ പോലും ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഈ സിനിമ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ രൂപം നമുക്ക് പിടികിട്ടി. കാരണം അമ്മാതിരി മേക്കിംഗ് ആയിരുന്നു ആ ട്രെയിലർ. ഒരു ഹോളിവുഡ് ലെവലാണ് ആ ഒരു സിനിമയുടെ മേക്കിംഗ് എന്നുള്ളത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. സിനിമയ്ക്കകത്ത് ഒരു ശക്തമായിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ട്. കാരണം ആ ഒരു കണ്ടന്റ് അത്ര എക്സ്പ്ലോർ ചെയ്യാത്ത രീതിയിലാണ് ആ ഒരു ട്രെയിലറിനകത്ത് അത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമയിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചു. ആ കമൻറ്റുകളിനകത്ത് പറയുന്നത്, മമ്മൂക്കാക്കൊരു 100 കോടി സിനിമ ദേ കിട്ടുന്നു, മമ്മൂക്കാക്ക് ഇതുവരെ ഇല്ലാത്ത 100 കോടി നേട്ടം ലാലേട്ടൻ വരുന്നത് കൂടിയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ. വാഴ എന്നൊരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തല്ലേ, വൻമരങ്ങളെല്ലാം പിഴുതെറിഞ്ഞുകൊണ്ടാണ് ആ ഒരു ചെറിയ സിനിമ അതിവേഗം 100 കോടി ക്ലബിൽ കയറിയത്. അപ്പം സിനിമയ്ക്കകത്ത് താരമൂല്യങ്ങളൊന്നും വേണം എന്നില്ല. നല്ല സിനിമയാണ്, നല്ല കഥയും കഥാപാത്രങ്ങളും ആണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ അത് സ്വീകരിക്കും. കൂടുതലും ആളുകൾ എൻ്റർടൈൻമെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പം അത്തരം എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100 കോടി ക്ലബിലൊക്കെ കയറും. ഇനി പലരും പറയുന്നുണ്ട്, മമ്മൂക്കായുടെ ടോപ്പ് സിനിമ ആയിരുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ. അത് 100 കോടി ക്ലബിൽ കയറാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ആ സിനിമ ഏതാണ്ട് 90 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ആ സിനിമ 100 കോടി ക്ലബിൽ വരാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ എടുക്കുന്ന ഓരോ കമ്പനികളുടെ പ്രൊമോഷൻ നമ്മൾ നോക്കണം. ആ പ്രൊമോഷൻ വീക്കാകുന്നതിനനുസരിച്ചിട്ട് വീക്കെൻഡിൽ സിനിമ താഴോട്ട് പോകാറുമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഈ 100 കോടി ക്ലബിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള സിനിമ 100 കോടി ക്ലബിൽ ഇല്ല എന്ന് പറയുന്ന ചില വേട്ടാവളിയൻ ഫാൻസുകാരോട് എനിക്ക് പറയാനുള്ളത്, 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് മലയാളത്തിൻ്റെ മറ്റൊരു മഹാനടൻ ഒരു സിനിമ ചെയ്തിരുന്നു. വലിയ കോടികൾ മുടക്കിയിട്ടാണ് ആ സിനിമ ചെയ്തത്. ആ സിനിമയുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് പ്രേക്ഷകരെല്ലാം കേരളത്തിൽ കണ്ടതാണതല്ലേ. അതിനുശേഷം മറ്റൊരു നടൻ്റെ സിനിമയ്ക്കകത്ത് ക്യാമിയോ റോളിൽ ഈ പറയപ്പെടുന്ന മലയാളത്തിൻ്റെ ദ കംപ്ലീറ്റ് ആക്ടർ അഭിനയിച്ചു. എന്തുകൊണ്ടാണ് ആ സിനിമ 100 കോടി ക്ലബിൽ പോകാഞ്ഞത്? അപ്പം സിനിമയിൽ കഥയും കഥാപാത്രങ്ങളും മോശമായി വരികയാണെന്നുണ്ടെങ്കിൽ ആ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ ആട് 3 സിനിമ തിയേറ്ററിലേക്ക് എത്തി. ആ സിനിമ 100 കോടി ക്ലബിൽ കയറിയെന്നാണ് അവകാശപ്പെടുന്നത്. എന്തു ആയിക്കോട്ടെ, പ്രേക്ഷകർ ആ സിനിമയും ഒരു പരിധി വരെയൊക്കെ ആ സിനിമയെ സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാം. കാരണം ആട് 1ഉം 2ൻ്റെയും പാർട്ടായിട്ട് വന്നിട്ടുള്ള 3 കാണാൻ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചതാണ്. 100 കോടി ക്ലബ് ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകുന്നവന്മാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരു നടൻ എന്ന് പറയുന്നത് ജനഹൃദയങ്ങൾ കീഴടക്കുന്നതിലാണ് അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ നമുക്ക് തന്നെ, അല്ലേ? കാരണം ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഓസ്കാർ അക്കാദമിയിൽ മമ്മൂക്കായുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുന്നതും കയ്യടി നേടിയതും. ഇതിലും വലിയൊരു അംഗീകാരം നമുക്ക് എവിടെയാണ് കിട്ടേണ്ടത്? ഈ 100 കോടി കരഞ്ഞു മെഴുകുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇത്തരം നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നെ ഞങ്ങളിങ്ങനെ ഞെട്ടിക്കണം. ഇപ്പോൾ കളങ്കാവൂർ സിനിമ കണ്ട് നമ്മൾ ഞെട്ടി. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പാട്രിയോട്ട് എന്ന സിനിമയിൽ മമ്മൂക്കായുടെ വേറിട്ട മറ്റൊരു മുഖമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ ഏതാണ്ട് 460ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമകളെല്ലാം ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും കഥയും ശൈലിയും അഭിനയ രീതിയും സ്ലാങ്ങും എല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് ദ വൺ ആൻഡ് ഓൺലി ദ മെഗാ സ്റ്റാർ ഡോക്ടർ ഭരത് പത്മശ്രീ മമ്മൂക്ക എന്നല്ലാതെ നമുക്ക് വേറൊരാളുടെ പേര് അതിനകത്ത് ചേർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മറ്റ് നടന്മാരൊന്നും മോശമാണെന്നുള്ളൊരു അഭിപ്രായവും എനിക്ക് പേഴ്സണലി ഇല്ല. എല്ലാവരും അവരവരുടെ കഴിവുകൾ തെളിയിക്കുന്നതാണ്. കരഞ്ഞു പോകുന്ന ആളുകളോടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ദ മെഗാ ഫിലിം പാട്രിയോട്ട് കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.